നമസ്കാരം. MCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള നവോത്ഥാനത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ അഭിമാന സംരക്ഷണത്തിനായി പോരാട്ടം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ 154ാമത് ജയന്തി നാടെങ്ങും ആഘോഷിച്ചു. സൗമ്യ കേസ് LDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച കൊടികയറും. വാർത്തകൾ വിശദമായി. കേരള നവോത്ഥാനത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ അഭിമാന സംരക്ഷണത്തിനായി പോരാട്ടം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ 154ാമത് ജയന്തി നാടെങ്ങും ആഘോഷിച്ചു. KPMSന്റെ നേതൃത്വത്തിൽ വിവിധ പോഷക സംഘടനകൾ ചേർന്ന് വിവിധ പരിപാടികളോടെയാണ് ആഘോഷം നടത്തിയത്. ഇതോടനുബന്ധിച്ച് ശാഖകളിൽ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ, ഘോഷയാത്രകൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം, പ്രഭാഷണങ്ങൾ എന്നിവ നടന്നു. KPMS, KPYM, KPMF, പഞ്ചമി സംഘം എന്നീ സംഘടനകളാണ് അയ്യങ്കാളി ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. KPMS മടത്തുംപടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. മുതിർന്ന പ്രവർത്തകൻ അയ്യപ്പൻ വാരുതറ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ AP വേലായുധൻ അധ്യക്ഷത വഹിച്ചു. PK വേണുഗോപാൽ, സുബ്രഹ്മണ്യൻ, ഗിരീഷ് പോളച്ചിറ, MV ശശി, EC ശിവൻ എന്നിവർ സംസാരിച്ചു. KPMS മാള യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടന്നു. ബൈജു മണന്തറ, ലോചന നമ്പാട്ട്, PK സുരേന്ദ്രൻ, MV കുഞ്ഞിക്കുട്ടൻ, PS മനോജ്, KV സുബ്രൻ, KU മധു, ധന്യ മനോജ് എന്നിവർ സംസാരിച്ചു. മോചനത്തിനു വേണ്ടി തൻ്റെ പുരുഷായുസ് മുഴുവൻ പോരാട്ടങ്ങളുടെ ഭൂമികയിൽ ഹോമിച്ച മഹാത്മാ അയ്യങ്കാളി നവോത്ഥാന പോരാട്ടങ്ങളിൽ സമാനതകളില്ലാത്ത നാമമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മഹാത്മാവിൻ്റെ 154ാം ജയന്തി ആഘോഷം ഇന്ന് കേരളത്തിലെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായി KPMSൻ്റെ മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാഖാതലങ്ങളിൽ വിപുലമായിട്ടുള്ള പരിപാടികളും ഘോഷയാത്രകളും കലാപരിപാടികളും അടക്കം വളരെ സമുചിതമായി മാളയിൽ ആഘോഷിക്കപ്പെടുകയാണ്. മഹാത്മാവിൻ്റെ 154ാം ജയന്തി ദിനം അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടം തുടരേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ദിനം കടന്നു വരുന്നത്. മഹാത്മാ അയ്യങ്കാളി എന്തിനെയാണോ എതിർത്തിരുന്നത്, എന്തെല്ലാമാണോ ഈ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്, അതെല്ലാം ഈ പൊതുസമൂഹത്തിലേക്ക്, ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ജയന്തി ദിനം നാം ആഘോഷിക്കപ്പെടുന്നത്. KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്, അയ്യങ്കാളി സിന്ദാബാദ്, അയ്യങ്കാളി സിന്ദാബാദ്, 154ാം അയ്യങ്കാളി ജയന്തി സിന്ദാബാദ്, 154ാം അയ്യങ്കാളി ജയന്തി സിന്ദാബാദ്, 154ാം അയ്യങ്കാളി ജയന്തി സിന്ദാബാദ്, 154ാം അയ്യങ്കാളി ജയന്തി സിന്ദാബാദ്, KPMS സിന്ദാബാദ്, KPMS സിന്ദാബാദ്. മണ്ണിൽ കനകം വിളയി കർത്തവർഗ സന്തതികൾ അവരുടെ മോചനം ശാശ്വതമാക്കിയ അയ്യങ്കാളി. KPMS വൈന്തല കിഴക്ക് ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ഉഷാ വേലായുധൻ പതാക ഉയർത്തി. മാള യൂണിയൻ സെക്രട്ടറി ലോചന നമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. കുമാരി സുബ്രൻ അധ്യക്ഷത വഹിച്ചു. ബിന്ദു ശശി, KK രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരം വിതരണം ചെയ്തു.
കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് CA രാജു പതാക ഉയർത്തി. MV ബാബു, MK ബാബു, CA ശിവൻ, PA വത്സൻ എന്നിവർ സംസാരിച്ചു. KPMS പുത്തംവേലിക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാപരിപാടികളും നടന്നു. ഇളന്തിക്കരയിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്തു. MV മഹേഷ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സുരേഷ്, PS ശൈലജ, PV ലാജു, S സനൂജ്, KC രാജപ്പൻ, CK സുരേഷ്, KC രാജപ്പൻ, CK ശിവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. KPMS കുമ്പിടി പാലിശ്ശേരി ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു. സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. TA ഷിജു, ലാലി പാപ്പച്ചൻ, ബൈജു മണന്തറ, ലോചൻ നമ്പാട്ട്, EA ശിവൻ, MK ഷാജു എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകനായ MK കുട്ടപ്പനെ ആദരിച്ചു. KPMS കോട്ടമുറി കൊടവത്തുകുന്ന് ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച സാംസ്കാരിക സമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓണം, അതുപോലെ തന്നെ അയ്യങ്കാളി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, ഇതിനെല്ലാം തന്നെ ഒരു പ്രാധാന്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപോലെ പ്രാധാന്യം കാണേണ്ടതായിട്ടുണ്ട്. ഓണം ആഘോഷിക്കുന്നത് മാവേലിയുടെ ഒരു സന്ദേശം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതാണ്. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് അതിൻ്റെ സന്ദേശം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ അയ്യങ്കാളി ജയന്തിയുടെ ആഘോഷം നടത്തപ്പെടുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതീയത എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജാതിയില്ലാത്തൊരു സമൂഹം നമ്മുടെ നാടുകളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു മഹാനായ വ്യക്തിയുടെ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി കൂടിയാണ് നമ്മൾ അടുത്ത ദിവസം ആഘോഷിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ഒരു പ്രാധാന്യം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതാണ്. സാമാന്യത കൂടി ഇതിനകത്തുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും എല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതീയപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നയിച്ചത്. ഒരുപക്ഷെ ആ കാലഘട്ടം വളരെ ഭീകരമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയായിരുന്നു. ഇന്നത്തെ അധസ്ഥിതരായിട്ടുള്ള അവർണ ജനവിഭാഗങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കാൻ ഗുരുവായൂർ അമ്പലനടയിലോ വൈക്കം ക്ഷേത്രത്തിലെത്തിക്കാൻ അവസാന അത്താണി എന്ന നിലയിൽ ഒന്ന് പ്രാർത്ഥിക്കാം അമ്മ എന്ന സിന്ധു വിശംബരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി ലോചന നമ്പാട്ട് ജയന്തി സന്ദേശം നൽകി. SNDP യോഗം ബോർഡ് മെമ്പർ രജീഷ് മാരിക്കൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ആശാ മനോജ്, MA ശിവദാസൻ, PR രാജേഷ് എന്നിവർ സംസാരിച്ചു. സൗമ്യ കേസ് LDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സൗമ്യ കേസ്
പ്രകടനത്തിന് ശേഷം സമരക്കാർ നിയമമന്ത്രിയുടെ കോലം കത്തിച്ചു. രണ്ടോണമാണ്. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും രാവിലെ 11 മണി കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ദുഃഖത്തിൻ്റെ കരിനിഴലിൽ കൂടിയാണ് ഇന്നത്തെ ദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച സൗമ്യായി എന്ന നമ്മുടെ കൊച്ചനുജത്തി ഗോവിന്ദച്ചാമി എന്ന ക്രൂരൻ്റെ കൈകളാൽ പീഡിപ്പിക്കപ്പെട്ട് മരണപ്പെട്ട വിവരം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. അതിന് നിയമ യുദ്ധങ്ങളും നടത്തി ഹൈക്കോടതിയിൽ നിന്ന് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വരെ വാങ്ങിക്കൊടുത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് വിപരീതമായി ഇന്ന് സുപ്രീം കോടതി അതിന് പ്രതികളെ ബലാത്സംഗം ചെയ്തതിന് മാത്രമായ ഒരു കുറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് കൊലപാതകം ചെയ്തതിന് തെളിവില്ല എന്നുള്ള രീതിയിലുള്ള 7 വർഷത്തേക്കുള്ള ഒരു ശിക്ഷാവിധി മാത്രം നടപ്പാക്കിക്കൊണ്ടൊരു വിധി പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ CPM-ന്റെ ഭരണകൂടം അവർ വധശിക്ഷയ്ക്കെതിരെ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ്, ഗോകുൽദാസ്, MU ബിനിൽ, KK അജയ്കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മാള സെന്റ് സ്റ്റെനിസ്ലാവോസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച കൊടികയറും. വൈകിട്ട് 5-ന് വികാരി ഫാദർ പയസ് ചിറപ്പണത്ത് കൊടികയറ്റം നിർവഹിക്കും. തിരുനാളിന്റെ ചെലവ് കഴിച്ചുള്ള തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവകയിലെ 1500 കുടുംബങ്ങളിൽ കൃഷി ചെയ്ത ജൈവ പച്ചക്കറികളാണ് ഊട്ടിനായി ഉപയോഗിക്കുന്നത്. വിളവെടുക്കുന്ന ശേഷിക്കുന്ന പച്ചക്കറികൾ ലേലം ചെയ്ത് വിൽക്കും. നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയാണ് തിരുനാൾ നടത്തിപ്പിൽ നിന്ന് മിച്ചം വരുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ചെലവഴിക്കുന്നത്. 23-ന് ജൈവ പച്ചക്കറികളുടെ കാഴ്ച സമർപ്പണം നടക്കും. 25-നാണ് ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ആൻഡോ തച്ചിൽ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ലിൻഡി ഷാൻഡോ, ഷിൻഡോ പഴയാറ്റിൽ, പോൾ അമ്പൂക്കൻ, യൂജിൻ എടാട്ടുകാരൻ, സെൻസൺ അറക്കൽ, ഫാദർ സെബി വിധേയത്തിൽ എന്നിവർ പങ്കെടുത്തു. BJP പട്ടികജാതി മോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നവോത്ഥാന സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം പോണോത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ വരെ എതിർത്തിരുന്ന ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് സാമൂഹ്യപരമായാലും രാഷ്ട്രീയ രംഗത്തായാലും അതുപോലെ തന്നെ ജാതി രംഗത്തായാലും മതരംഗത്തായാലും നവോത്ഥാന പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കാലഘട്ടം. കാരണം കാലാഹിതപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ ഈ രാജ്യത്തിന്റെ തനതായ സംസ്കാരത്തിലൂടെ ഉടലെടുത്തിട്ടുള്ള സംസ്കാരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങൾ, 2 ശാസ്ത്രങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളോ ഏറ്റുമുട്ടുമ്പോൾ എന്റെ പ്രത്യയശാസ്ത്രമാണ് ശരി എന്ന് പറയുന്നതിന് വേണ്ടി ഇന്നലെ വരെ തള്ളി പറഞ്ഞിരുന്ന ആളുകൾ ഞങ്ങളുടെ ആളുകളാണ്. മോർച്ച മണ്ഡലം പ്രസിഡന്റ് അമ്പാടി പടിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. MG പ്രശാന്ത് ലാൽ, സജീവ് പള്ളത്ത്, അംബുജാക്ഷൻ, PM ബാലകൃഷ്ണൻ, ബാബു മംഗലത്ത് എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി നിത്യസഹായ മാതാപ്പള്ളി CLCയുടെ നേതൃത്വത്തിൽ ഓണനിലാവ് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ കലാകായിക മത്സരങ്ങൾ നടത്തി. പള്ളിയിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു.
ഫാദർ സെബാസ്റ്റ്യൻ മാളിയേക്കൽ, ഫാദർ നവീൻ ഊക്കൻ, നിൽജോ സെബാസ്റ്റ്യൻ, ഫെബി തോംസൺ, ജെയ്സ് ജേക്കബ് എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി. സ്വർണം നിരക്ക്: സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2915 രൂപ, പവന് 23,320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള നവോത്ഥാനത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ അഭിമാന സംരക്ഷണത്തിനായി പോരാട്ടം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ 154ാമത് ജയന്തി നാടെങ്ങും ആഘോഷിച്ചു. സൗമ്യ കേസ് LDF സർക്കാർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് വെള്ളിയാഴ്ച കൊടികയറും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.